Hello guys. Welcome to my YouTube channel. ഇതിപ്പോ വെൽക്കം ബാക്ക് ടു എന്ന് പറയുന്നത്. ഹലോ ഗൈസ്. ഞാൻ ഭയങ്കര റോ ആയിട്ടായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഹലോ ഗൈസ് വേണ്ട, എനിക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെന്റെ ഫസ്റ്റ് വ്ലോഗാണ് കേട്ടോ. അതായത് ഇതിന് ഞാൻ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹലോ ഓക്കെ, ഫൈനലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ഞാൻ പുതുതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുഞ്ഞു മിനി വ്ളോഗ്സ് ഒക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാനൊരു ഇഷ്ടം തോന്നി. വ്ളോഗിലല്ലേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ യൂട്യൂബിലെ റീൽസ് ഒക്കെ ഇടുമ്പോൾ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് വീഡിയോസ് ഇങ്ങനെ റാൻഡമായിട്ട് പറ്റത്തില്ല. അപ്പോ ഇതാണ് എന്റെ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്നത്തെ എന്റെ വ്ളോഗിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് ന്യൂ ഇയർ പാർട്ടിയാണ്. അതായത് ഇന്ന് 31st ആണ്, 31st ഡിസംബർ ആണ്. ഇന്ന് നൈറ്റ് നമ്മൾ ന്യൂ ഇയർ കൗണ്ട് ഡൗൺ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കോണ്ടന്റ് ആയിരുന്നു. അപ്പൊ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. ഞാൻ പ്രത്യേകിച്ച് എന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ പേരെന്ന് പറയുന്നത് ആദിത്യ എന്നാണ്. എല്ലാവരും ലജ്ജു എന്ന് വിളിക്കും. ലജ്ജു എന്ന്, അതാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പോ ഞാൻ സിംഗപ്പൂരാണ്. അപ്പോ ഇവിടെ വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ എന്റെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ഓൾറെഡി ആയി. എന്നാലും ഇങ്ങനെയൊക്കെ തെറ്റൊക്കെ പറ്റും. എനിക്കിങ്ങനെ കട്ട് ചെയ്ത് പറയാൻ തോന്നുന്നില്ല. ഞാനിപ്പോ എന്തൊക്കെ പറയുന്നതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. ഗ്രാജുവലി ശരിയാവുമായിരിക്കും. പിന്നെ ചിലപ്പോൾ ഇതായിരിക്കും എന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ബ്ലോഗ്. ഇത് കൂടുതൽ ബ്ലോഗ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കാം. എനിക്കിഷ്ടം. ഞാൻ ചെയ്ത് സെറ്റായി തുടങ്ങിയാൽ പിന്നെ ഞാൻ ചെയ്യും. ഇത് മൈക്കൊന്നും അല്ല കേട്ടോ, എന്റെ ഇയർബഡ് ആണ്. എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ക്യാമറ അങ്ങ് ദൂരെ കൊണ്ട് വെച്ചേക്കാണ്. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പിന്നെ ശരിയാക്കാം. ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇത് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ എന്നെ സംസാരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്കൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി. കാര്യമില്ല, ആകെ 5 പേരേ ഉള്ളു. അപ്പോ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോ വർക്കിന്ന് വന്നിരിക്കുന്ന കോലമാണ്. എന്റെ കോലം ഇപ്പൊ ഇതുപോലെയൊക്കെയാണ്. ഞാൻ വർക്കിന്ന് വന്നതേ ഉള്ളൂ. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോ ഇന്ന് എൻഡ് ഓഫ് ദ ഷിഫ്റ്റ് ആണ്. ഇന്ന് ഞാനിപ്പോ കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് കൗണ്ട് ഡൗൺ കാണാൻ പോകും. ഇത് കഴിഞ്ഞ് 4 ദിവസത്തേക്ക് എനിക്ക് ഓഫ് ഉണ്ട്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോ വന്ന അതേ കോലത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് പോയിട്ട് ആദ്യം ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞാനങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഫേസ് എങ്ങനെ പിടിക്കുന്നേ? ഇതെന്റെ പുതിയ ഫോൺ കേസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. എനിക്ക് ഇതിനു മുമ്പ് മേടിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ തൃപ്തിയില്ലായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇതിൽ നമുക്ക് നമ്മളെ തന്നെ കാണാം. നല്ല രസമാണ്. $1 $1.5 കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു ബൾജിങ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ തറയിൽ വീണാൽ ഫോൺ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം, എന്നെ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇനി മോം, ഡാഡ്, ഇതൊക്കെ എന്റെ കുറച്ച് കലാവിരുദ്ധകളാണ്. നമുക്ക് പോയിട്ട് പഴങ്കഞ്ഞി സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പോ ഈ ഒരു പഴങ്കഞ്ഞി സെറ്റാക്കാൻ നമുക്ക്, ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് തൈര് ഒഴിക്കാം. ഓക്കെ, മതിയാവും. ഇനി നമുക്ക് കുറച്ച് ഈ സാധനങ്ങൾ ഇടാം. തട്ടിക്കൂട്ടാണ് കേട്ടോ, തട്ടിക്കൂട്ടായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു പരുവാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കൊതി വന്നപ്പം ഞാൻ ഒരു പിടി കഴിച്ചു കേട്ടോ. ഇത് വെച്ചോണ്ട് ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെക്കാം. അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ വൈകിട്ട് കഴിക്കാനുള്ള പഴങ്കഞ്ഞി റെഡി. ഇനിയിപ്പോ കിടന്നുറങ്ങുക എന്നുള്ളത്. എനിക്ക് ആ പഴങ്കഞ്ഞി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മിക്കവാറും ഒന്ന് 3 മണി വരെയൊന്നും പോകില്ല. ഒരു 2-3 മണിയാകുമ്പോൾ ഞാൻ എണീക്കും പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. ഇപ്പൊ തന്നെ കുറച്ചെടുത്ത് കഴിച്ചിട്ടാണ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഇനിയിപ്പോ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ്
ഞാൻ ഭയങ്കര സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളല്ല. ഞാനിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന സ്കിൻ കെയർ അല്ല കേട്ടോ. എനിക്കിങ്ങനെ വൈറ്റ് പാച്ചസ് ഇങ്ങനെ വന്നായിരുന്നു. ഇപ്പൊ കാണാൻ പറ്റുന്ന ഇതുപോലെ. അപ്പോൾ ഈ അങ്ങനെ പാച്ചസ് വന്നതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു സ്കിൻ കെയർ തുടങ്ങിയതാണ്. പിന്നെ ഡോക്ടർ തന്ന കുറച്ച് മരുന്നുണ്ട്. പിന്നെ ഈ കുറച്ചധികം സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും ഡോക്ടർ തന്നൊരു മരുന്നും പിന്നെ ഈ വൈറ്റ് പാച്ച് പോകാനായിട്ട് ഞാൻ കുറച്ച് നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇടും. പക്ഷെ അങ്ങനെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ മീൻസ് എണീക്കുമ്പോൾ നന്നായിട്ട് ഇടാം. അത് നമുക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം. പിന്നെ ഞാൻ ഇവിടെ ഫുൾ ഇരുട്ടാക്കും. ഞാൻ കിടന്ന് ഉറങ്ങും. പിന്നെ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കുന്ന സമയത്ത് കാണും. ഇതാ ഇത്രേ ഉള്ളൂ. ഇത് റോസ് വാട്ടർ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും അടിക്കുന്നത് എനിക്കത് ടോണറാണൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ മുടി കെട്ടട്ടെ. ഓക്കെ, മുഖം ഞാൻ ഓൾറെഡി കഴുകിയായിരുന്നു. ഉണങ്ങണം. കുറച്ച് ഉണങ്ങിയാലേ അടുത്തതിടാൻ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യാറൊന്നുമില്ല. വന്ന പ്രാന്തിലെല്ലാം കൂടെ എടുത്ത് ചെയ്തെടുക്കാൻ കിടക്കും. പക്ഷെ ഇത് മുടക്കാറില്ല കേട്ടോ. മുടക്കിയാൽ എനിക്ക് എന്റെ മുഖത്ത് അറിയാൻ പറ്റും. അപ്പൊ അത് പോയി. നല്ലോണം ഉണ്ടായിരുന്നു. നാളെ ചെറുതായിട്ട് കാണാം. ഇവിടെയും വരുന്നുണ്ട്. എന്തെന്ന് എനിക്ക് അറിയില്ല. എനിക്കൊന്ന് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയതുകൊണ്ട് വെയിൽ കിട്ടാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കും. ഞാൻ പക്ഷെ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, വേറെ സീനൊരു സാധനം ഉണ്ട്, അത് കാണിച്ചാൽ. നെക്സ്റ്റ് ഞാൻ ഇടുന്നത് ഈ വൈറ്റമിൻ സി ഗാർണിയറിന്റെ സെറാണ് കേട്ടോ. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സ്കിൻ കെയർ ചെയ്യുന്നത്. ഇതാണ് ഞാൻ മെയിനായിട്ട് ഈ സാധനത്തിലിടുന്നത്. ഒരു തൈറോയിഡ് സർജറി കഴിഞ്ഞാണ് കേട്ടോ. കുത്തി പാറി തുടങ്ങി ഭയങ്കര. ഞാനങ്ങനെ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നായിരുന്നു ഈ ഒരു ഇത് അടയാളം തോന്നുന്നതായിട്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അങ്ങനെയല്ല, പോകുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എനിക്കത് വേറെ ബുദ്ധിമുട്ടൊന്നും തരുന്നില്ല. അവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് ഇത് മറ്റേ നമ്മുടെ ലോറിയൽ ഇത് നമ്മുടെ ലോറിയൽ പാരീസിന്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് എന്ന് പറഞ്ഞ നൈറ്റ് ക്രീമാണ്. ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇതിപ്പോ ഓൾമോസ്റ്റ് തീരാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും കൂടെ ഇട്ട് കംപ്ലീറ്റ് ആവും. നമ്മൾ എന്തിട്ടാലും കഴുത്തിൽ മുതരണം. ഞാൻ ഇടാറുണ്ട്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വാസ്ലിന്റെ ക്രീം കൂടെ ഇവിടെ കയ്യിൽ തീർന്നു. മുഖം തീർന്നു. പറ്റുന്നില്ല. ഇങ്ങനെ തന്നെ കേട്ടോ ഇതിന്റെ ഒരു പാക്കിങ്. വൃത്തിയുടെ സാധനം പാനൊക്കെ വെച്ച് തുറക്കാം. എന്ത് പണി. ഞാൻ ഈ ഇടയ്ക്ക് നീങ്ങിയതാ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെഡിസിൻ ആണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാണുന്നില്ല? ഇത് കണ്ടോ ഈ ഒരു ബംസ്. ഈ ബംസ് ഓൾമോസ്റ്റ് ഇത് കണ്ടോ. എന്താണെന്നൊന്നും എനിക്കറിയാം. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. പക്ഷെ അത് ഫുള്ള് വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. അതിന് തന്നൊരു മെഡിസിൻ ആണ്. എന്നും ഇടുന്നുണ്ട്. ഓൾമോസ്റ്റ് തീരാറായി. ഇത് ഇട്ടിട്ടും പോയില്ലെങ്കിൽ ഞാൻ ഈ ട്യൂബും കൊണ്ട് ഡോക്ടറെ കാണാൻ പോകും. എനിക്കത് മാറുന്നില്ല. ഞാൻ എന്നും ഇടാറുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് ഈ ഒരു കാര്യം ഞാൻ മുടക്കാണ്ടാറുണ്ട്. ഇത് കുറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതും കൊണ്ടൊരു പോക്കങ്ങ് പോകും.
ഡോക്ടർ കാണും. ഉള്ളടുത്ത് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഹെയർ ഞാൻ കെട്ടി വെച്ച് കിടക്കാറുണ്ട് എപ്പോഴും, ഇങ്ങനെ ഫ്രീ ആയിട്ടിട്ടേ. ഹെയർ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ടിട്ടേ കിടക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി കിടക്കാൻ നേരമായി. ഇനി നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് ഇരുട്ടാക്കാം. ക്യാമറ തിന്നാൻ വരുന്ന പോലെ ഉണ്ട് എന്നെ കാണുന്നത്. എനിക്ക് എങ്ങനെ നിൽക്കണമെന്ന് അറിയില്ല. ഇങ്ങനെ വെക്കാൻ പോകുന്നു. ഞാൻ കിടക്കുന്നത് ഈ ഒരു കുഴിയിലാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് എവിടെ നിന്ന് കിട്ടിയ സ്വഭാവമാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിങ്ങനെ 2 സൈഡും പില്ലോസ് വേണം. എന്നിട്ട് ഇത് നടുക്കാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനത്തെ ഒരു ജീവിയാണ് ഞാൻ. ഇറ്റ്സ് ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് ഫുൾ ഇരുട്ടാക്കുക. ഞാൻ ഈ ഒരു ബ്ലോക്കിംഗ് ചെയ്യുന്ന സംഭവം മേടിച്ചു ഞാൻ, പക്ഷെ ഒരു പാളിക്കേ മേടിച്ചിട്ടുള്ളൂ. ഇത് 2 മേടിക്കാൻ മറന്നുപോയി, വിട്ടുപോയതാണ്. അങ്ങനെ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളത് കൊണ്ട് നല്ല ഇരുട്ട് കിട്ടും. ഇതിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചില്ല. അയ്യോ, മൊത്തത്തിൽ ഇളകി വന്നോ. ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. നല്ല സാധനം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ കിടക്കാൻ പോവാണ്. ഇനി നമുക്ക് വൈകിട്ട് എണീച്ചിട്ട് കാണാം. നമുക്ക് പഴങ്കഞ്ഞി കുടിക്കണം. പഴങ്കഞ്ഞി നമുക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പഴങ്കഞ്ഞിയെ സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. സോ ഗൈസ്, I need to കളവയ. ഓക്കെ, ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് എണീക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഭയങ്കര ഉറക്കമായിരുന്നു, ഭയങ്കര ഉറക്കം. എനിക്ക് ഗുഡ് മോർണിംഗ് ആയി, പക്ഷെ ഇവിടെ ഗുഡ് ഈവനിങ് ആയി. സമയം ഇപ്പൊ 6:30 ഞാൻ പറഞ്ഞില്ലേ 6:30 എണീക്കുള്ളൂ. ഭയങ്കര ക്ഷീണമല്ലേ. നമ്മള് രാത്രി ഉറങ്ങുന്നതൊക്കെ രാവിലെ കിടന്ന് ഉറങ്ങുന്നത്. നമുക്ക് എത്രയൊക്കെന്ന് വിചാരിച്ചാലും 8 മണിക്ക് ഉറക്കം കിട്ടണ്ടേ. അങ്ങനെ ഇപ്പൊ തന്നെ ഞാൻ എന്തോ എനിക്ക് വയ്യ, ഒട്ടും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഈ എൻഡ് ഓഫ് ദി ഷിഫ്റ്റ് ആകുമ്പോൾ ഞാൻ ഫുൾ ഡേ കിടന്ന് ഉറങ്ങും. അതായത് ഒരു ദിവസം ഫുൾ ഉറങ്ങാൻ പറ്റുന്ന ഞാൻ ഉറങ്ങും. എന്തായാലും എണീറ്റു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി പല്ല് തേക്കാം. എല്ലാവരും രാവിലെ ഉറക്കം എണീക്കുമ്പോൾ പല്ല് തേക്കുന്നു. എനിക്കിപ്പോഴാണ് കേസ് രാവിലെ. ഇപ്പൊ ഇവിടെ രാവിലെ 6:30 എന്നാണ് എന്റെ മൈൻഡിൽ, പക്ഷെ ഇവിടെ വൈകിട്ട് 6:30. നമുക്ക് അതിനെ പല്ല് തേക്കാം. ഇപ്പൊ നോർമലി ആൾക്കാർ രാവിലെ ചെയ്യുന്ന രീതിയിൽ ആണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. പക്ഷെ രാവിലെ ഞാൻ എല്ലാവരും രാവിലെ കോഫി ചായയൊക്കെ കുടിക്കുന്നതിന് പകരം ഞാൻ പഴങ്കഞ്ഞി കുടിക്കുന്നു. കുഴപ്പമില്ല, പഴങ്കഞ്ഞി രാവിലെ കുടിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പോയി ഫ്രഷ് ആവാം. ഓക്കെ, അപ്പൊ ഞാൻ പല്ലൊക്കെ തേച്ചു. അപ്പം ജസ്റ്റ് ഒന്ന് മീൻകറി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ ആക്കി വെച്ചതാണ്, സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു മീൻകറി എടുത്ത് അതിനകത്ത് ഒഴിക്കാം. മിക്സ് ചെയ്യാം. ഇത് മതി, ചോറും മീൻകറിയും മാത്രം മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇവിടെ പിന്നെ ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് വേണ്ട. ഇത് രണ്ടും ഇത്രയും മാത്രം മതി എനിക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ തിരിച്ചു വന്നു. പഴങ്കഞ്ഞി കുടിച്ചു. എനിക്ക് ഇത്ര ഇങ്ങോട്ട് പോരാ, എന്താന്നറിയില്ല. രാവിലെ കഴിച്ചതുകൊണ്ടായിരിക്കാം. നമ്മൾ പിന്നെ ഫുള്ള് കഴിച്ചു. പിന്നെ ഇതിനകത്ത് കുറച്ച് യോഗട്ട് വന്നു. ഇത് വാനില ബീൻ യോഗട്ട് എന്ന് പറയുന്നത്. ഇത് ഐസ്ക്രീം കണക്കാണ് ഇരിക്കുന്ന. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 സ്കൂപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് വാനില, എല്ലാവർക്കും വാനില ഇതാണ് കേട്ടോ ഇഷ്ടം. ഗ്രീക്ക് യോഗട്ടാണ്. പക്ഷെ എനിക്ക് എന്തോ ഹണിയാണ് ഇഷ്ടം. ഹണിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹണി കിട്ടുകയാണെങ്കിൽ 1 കിലോ
യോഗട്ട് ഉണ്ടെങ്കിൽ ഞാനത് 3 ദിവസം കൊണ്ട് തീർക്കും. ഞാൻ ഇങ്ങനെ 2 സ്കൂപ്പ് വെച്ചേ എടുക്കത്തുള്ളൂ. പക്ഷെ ആ 2 സ്കൂപ്പ് ഒരു 4-5 തവണ എടുക്കുമ്പോ തീരും. കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ 2 വട്ടം മേടിച്ചു. ഇപ്പൊ ഞാനിപ്പം ഈ യോഗട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസം ആയത്. 4 മാസത്തിനിടയിൽ ഞാൻ ഇത് 5ാമത്തെ കുപ്പിയാൻ തോന്നും. എനിക്കിഷ്ടം. ഹണി മേടിച്ചാൽ പെട്ടെന്ന് തീരും. അങ്ങനെ ഞാൻ ഇത് നോർമൽ മേടിച്ചു. അപ്പൊ അതേ കിടക്കുന്നത് നോർമൽ എനിക്ക് കഴിക്കാൻ പറ്റാത്തത് ഞാൻ ഹണി നോർമലിൽ ഒഴിച്ച് കഴിച്ചു. അതാണ് ഞാൻ. പിന്നെ ഇത് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞ് മേടിച്ചത്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഐസ്ക്രീം ആണ് കഴിയുന്നത്. എനിക്ക് പക്ഷെ മറ്റേ ഇഷ്ടം. അത് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ഇത് ഞാൻ ഈ 2 സ്കൂപ്പിലേക്ക് നിർത്തും. അത്രയ്ക്കുള്ള ഇഷ്ടമേ ഉള്ളൂ. മറ്റേതങ്ങനെയല്ല, ആക്കാന്ന്. ഓക്കെ. അപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. TV ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ചളുപ്പ് കാണുമല്ലോ ആദ്യമായിട്ട് എന്തായാലും. അപ്പൊ ഇവിടെ ആകുമ്പോൾ എന്റെ സ്പേസ്, എന്റെ മുറി, എന്റെ പ്രൈവസി, എനിക്ക് എന്തോ പറയാം. ജസ്റ്റ് എന്റെ ഇവിടെ വ്യൂ കാണിച്ചത്. ഞാൻ ആക്ച്വലി ഇന്നൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. എല്ലാം ഞാൻ ഇങ്ങനെ സംസാരമായിരുന്നു. കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ എപ്പോഴും ഈ ഫോണും കൊണ്ട് പോകാനൊക്കെ മറന്നു പോകുന്നു. ഇതാണ് എന്റെ വീട്ടിന്റെ വ്യൂ. അങ്ങനെ വ്യൂ എന്ന് പറയാതാണ്ട് ഇങ്ങനെ സൺസെറ്റ് വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൈമാണ് ഈ സൺസെറ്റ് വരുന്നത്. ഈ ഒരു കിളി പറന്നുകൊണ്ട് അസ്തമിക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഇന്ന് ഭയങ്കര കാർമേഘം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര, അതുമല്ല ഇപ്പൊ സമയം ഏകദേശം 7 മണി ആയിട്ടോടെ. ഇപ്പം ലേറ്റ് ആയിട്ടാണ് ഇരുട്ടാറുള്ളത്. അപ്പോ നല്ല സൺലൈറ്റ് വരും. സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കയറും എന്റെ റൂമിലോട്ട്. നല്ല സൺലൈറ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഈ വീട് മാറിയപ്പം ഫസ്റ്റ് നോക്കിയൊരു കാര്യം സൺലൈറ്റ് കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് നോക്കിയത് അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു കേട്ടോ. എനിക്ക് ഈ പുറലോകവുമായിട്ട്, അല്ലെങ്കിൽ പുറത്തെ എന്തെങ്കിലും ഒരു നേച്ചറുമായിട്ടൊരു കണക്ഷൻ വേണോന്ന് എനിക്ക്. ചെടിയൊക്കെ വെക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ വെച്ചുകൂടെ. ഇവിടെ അങ്ങനെ നമ്മുടെ ജനലിന്റെ വെളിയിൽ ഇങ്ങനെ വെക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് അവര് വഴക്ക് പറയും. അപ്പോ കുഴപ്പമില്ല, എനിക്ക് ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇതിപ്പോ പുതുതായിട്ട് വന്ന HDB ആണ് കേട്ടോ. ഈ ഇടയ്ക്കാണ് ഇത് പക്ഷെ പെട്ടെന്ന് വെച്ചു അവര്. ഇവിടന്നേ തുടങ്ങി ആ ബിൽഡിങ്ങിന്റെ ബാക്കിലാണ് പോകുന്നത്. അപ്പൊ അത്രയും നേരം ഏകദേശം ഒരു 2 to 3 hours ഈ ഒരു സൺലൈറ്റ് അകത്ത് കയറിയിട്ട് നല്ല രസമാകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ ചുരുക്കം കേട്ടോ. നമ്മളൊക്കെ പോകുന്ന ബസ് ഇതാണ്. രണ്ടുകൂടെ ആൾക്കാരൊക്കെ ശരിക്കും ഇങ്ങനെ ഓടാൻ പോകും. ഞാനും പണ്ട് പോവായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഓടുന്നത് അത്ര അങ്ങട്ട് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് വീട്ടിലെ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്യുന്നില്ല. എനിക്ക് ഏകദേശം ഒരു 70 എന്തോ ഉണ്ടായിരുന്നു kgs. ഞാൻ 54 ആക്കി. അത് നോ ഡയറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഞാൻ ചെയ്തിട്ടില്ല. എക്സസൈസ് ഭയങ്കരമായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ കോവിഡ് സമയത്താണെങ്കിൽ സമയം കിട്ടുമായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ചെയ്തു. ഒരു മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്തത്. May 2020 സ്റ്റാർട്ട് ചെയ്തു. മെയ് ലാസ്റ്റ് ആയപ്പോൾ തന്നെ എനിക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റി. കാരണം മെയ് ലാസ്റ്റ് ഞാൻ എയർപോർട്ടിൽ പോണ സമയത്താണ് ഫസ്റ്റ് എന്റെ വെയിറ്റ് നോക്കണത്. വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് 54 കാണിച്ചു. എനിക്ക് സ്റ്റിൽ എന്നെ കാണുമ്പോൾ മനസ്സിലാവും വെയിറ്റ് കുറഞ്ഞത്. പക്ഷെ വെയിറ്റ് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ഒട്ടും കയറാത്തൊരു ഡ്രസ്സ്, എന്റെ ചേച്ചിയുടെ ഡ്രസ്സുണ്ട്. ചേച്ചി ഒരു സ്മോൾ സൈസ് ആണ്. ഞാൻ ആ സമയത്തൊക്കെ ലാർജ് ഒക്കെ ആയിരുന്നു. അപ്പം ലാർജ് എക്സൽ അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ആ ഒരു സൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഒരു ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇട്ട് നോക്കി ഗൈസ്. അതാണ് സാറ്റിസ്ഫാക്ഷൻ. എന്റെ ലൈഫിൽ റീസെന്റ് ഉണ്ടായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. ആ ഒരു ഡ്രസ്സ് ഇടുന്ന ആ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിപ്പോ കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷമായി. ഞാൻ ഇപ്പൊ വീണ്ടും ഗെയിൻ ചെയ്തു കേട്ടോ. നന്നായിട്ട് ഗെയിൻ ചെയ്തു. 54 ഇപ്പൊ ഞാൻ 67 ആയിട്ടുണ്ട്. പക്ഷേ എന്റെ മനസ്സിൽ ഞാൻ ഫുഡായിട്ട് എടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് ഞാൻ തടി വെച്ചേനെ. കാര്യം ഫുഡായിട്ട് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കഴിക്കും. വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ലോങ് അങ്ങനെ ഒരു സാധനമൊന്നും പറ്റത്തില്ല. പക്ഷെ ഞാൻ എക്സസൈസ് ചെയ്ത് കുറച്ചത് കൊണ്ടായിരിക്കണം ഞാൻ 3 years എടുത്തു ഒരു 10 kg എങ്കിലും കൂടാനായിട്ട്. അപ്പൊ ഗ്രാജുവലി ആണ് കൂടുന്നത്. പിന്നെ എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ വന്ന്, പിന്നെ അല്ലാണ്ട് എനിക്ക് സർജറി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഗെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഈ ഒരു ബ്ലോഗ്. ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ. ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു, എന്തൊക്കെ ഇടുന്ന പോലും എനിക്ക് അറിയില്ല. എന്നാലും നല്ല രീതിയിലൊരു ലെങ്ത് വരുന്നുണ്ട്. കുഴപ്പമില്ല, ബ്ലോഗ് അല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. എനിക്ക് എന്റെ മനസ്സിൽ ബ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കല്ലേ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ സ്ഥലങ്ങളും കാണിക്കണം. എന്റെ മുഖം മാത്രമാണ് ഇന്നത് കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ ഇവിടെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ എന്റെ റൂമിൽ തന്നെയാണ്. ഞാൻ എന്റെ റൂം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാര്യം
ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല. ക്ലീൻ ആക്കിയില്ല മീൻസ് എനിക്ക് കുറച്ച് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് മീൻസ് ലേ ഔട്ട് ചേഞ്ച് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടത് ഒരു 2 weeks ബാക്ക് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 2 weeks ബാക്ക് അല്ലെന്നായിരുന്നു. എനിക്ക് 2 weeks കഴിഞ്ഞാൽ പിന്നെ ഒരു വെപ്രാളമായി എന്തായതെന്ന് എനിക്ക് തന്നെ തോന്നും. അപ്പൊ ഞാൻ വീണ്ടും വേറെ രീതിയിൽ അപ്പൊ എനിക്കൊരു പുതിയൊരു ഫീൽ കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അപ്പോ ഈ ബ്ലോഗ് വരുന്നത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും. അറിയില്ല, ചിലപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ ഇത് എഡിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു വ്ളോഗ് ഔട്ടാക്കും. പിന്നെ ന്യൂ ഇയറിന് പോകുന്ന വ്ളോഗ് ഞാൻ റെഡി ആയി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ന്യൂ ഇയറിന്റെ വ്ളോഗ് ഇടാം. ന്യൂ ഇയറിന്റെ വ്ളോഗ് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം എനിക്കിത് ഹോൾഡ് ചെയ്യാൻ അറിയില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് നല്ല എന്താ പറയാ ഒരു ഇതുണ്ട്, കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ എടുത്തോളാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇതിന്റെ ക്ലോഷർ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇന്ന യൂട്യൂബ് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വരുന്നതിന് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ദിവസത്തേക്ക് നല്ല കോണ്ടന്റ് കാരണം ഈ ഒരു ന്യൂ ഇയർ പിന്നെ ഒരു 4 ദിവസം എനിക്ക് അവധിയുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് കണ്ടുപിടിച്ച് ഞാൻ എടുത്തു വെച്ചേക്കാം. ഇനി എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ഓഫ് ഡേയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, പിന്നെ ഓരോന്നായിട്ട് ഇട്ടാളാം. അപ്പൊ അത്രേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി ഈ വ്ലോഗ് മില്യൺ കിട്ടട്ടെ. ഒരിക്കലും ഇല്ല, ചുമ്മാ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.